ശരിക്കും മലപ്പുറത്ത് വെള്ളപ്പൊക്കമാണ്, പ്രളയം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വയനാട്ടിൽ ഭീകരാവസ്ഥ കൊണ്ടാണ് അത് പുറത്തേക്ക് നമ്മൾ അറിയാത്തത്. നമുക്ക് മുന്നറിയിപ്പുകൾ ലഭിക്കും. നിങ്ങൾ പല ആൾക്കാരും ടി വികളിൽ കേട്ടിട്ടുണ്ടാവും, യെല്ലോ അലർട്ട് കിട്ടി, ഓറഞ്ച് അലർട്ട് കിട്ടി, റെഡ് അലർട്ട് കിട്ടി. ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് പല ആൾക്കാർക്കും അറിയത്തില്ല. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ. ഒരു രാത്രി കൊണ്ട് തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് അനാഥരായി പോയിരിക്കുന്ന നിരവധി ആളുകളാണ് ഇന്ന് ഈ ഭൂമിയിലുള്ളത്. നമ്മൾ 2 മഹാമാരികളെ അതിജീവിച്ചവരാണ്. ഇനിയും ഇതിനെ അതിജീവനം ചെയ്ത് നമുക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന വിശ്വാസമുണ്ട്. അതിനൊപ്പം സർക്കാരും മറ്റ് ഉദ്യോഗസ്ഥരും നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം പ്രതികരിക്കാനുള്ളത് കോട്ടയത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ്. ഒരു മഴ പെയ്താൽ എന്തെല്ലാം മുൻകരുതലുകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, അതിനെക്കുറിച്ച് അവർ തന്നെ നമ്മളോട് പ്രതികരിക്കുകയാണ്. നമസ്കാരം, എൻ്റെ പേര് അജിത് കുമാർ CS. ഞാൻ കോട്ടയം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ദുരന്തമുണ്ടായ ഒരു സാഹചര്യമാണ്. നമ്മൾ കോട്ടയം ജില്ലയെന്ന് പറയുമ്പോൾ ഇടുക്കി ജില്ലയോട് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഒരുപാട് മലനിരകളും മറ്റ് ഉയർന്ന പ്രദേശങ്ങളും ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഉരുൾപൊട്ടലിന് സാധ്യത ഉള്ള ഇടങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യവും കൂട്ടിക്കലിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ജനങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊരു മുൻകരുതലാണ് ജാഗ്രതാ ന്യൂസുകാർ ചെയ്യുന്നത്. അവർക്ക് ആദ്യം തന്നെ ഒരു നന്ദി അറിയിക്കുന്നു. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണയായി ഉരുൾപൊട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുന്നിനോട് ചേർന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ കുന്നുകളിൽ നമ്മൾ വീടുകളോ മറ്റ് നിർമ്മാണ പ്രവർത്തികളോ ചെയ്യുമ്പോൾ മരങ്ങളും മറ്റും വെട്ടി നീക്കുന്നത് കൊണ്ട് അവിടെ മണ്ണിന് ബലക്ഷയമുണ്ടാകും, അതായത് ഭൂമിക്ക് ബലക്ഷയമുണ്ടാകും. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കനത്ത പേമാരി അല്ലെങ്കിൽ തുടർച്ചയായി പെയ്യുന്ന മഴ ഇതൊക്കെ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുകയും അവിടെ നിന്നും മണ്ണിന് ബലക്ഷയമുള്ളത് കൊണ്ട് തന്നെ അതിനവിടെ നിൽക്കാൻ കഴിയാതെ വരികയും അത് പൊട്ടി അതിനോടൊപ്പം പാറയും മറ്റു വെള്ളവും താഴേക്ക് ഒഴുകുകയും ചെയ്യുന്നതാണ് ഈ നമ്മൾ ഉരുൾപൊട്ടൽ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം. അപ്പോൾ ഭൂമിയുടെ ഒരു പ്രത്യേകത ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലായിരിക്കും ഇത് വരുന്നതും അതിനോടൊപ്പം താഴെയുള്ള പ്രദേശങ്ങളെ മണ്ണ് എടുത്തുകൊണ്ട് പോകും. നിങ്ങൾ ഇപ്പം വയനാട് കണ്ട കാഴ്ച അതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്താണ് നമ്മളുടെ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നല്ല മഴയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ, ചരുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ കഴിയുന്നതും വീട് ഒഴിഞ്ഞ് മറ്റെവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും സേഫായിട്ട് ചെയ്യാനുള്ളൊരു കാര്യം. രണ്ടാമത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് മുന്നറിയിപ്പുകൾ ലഭിക്കും. നിങ്ങൾ പല ആൾക്കാരും ടി വികളിൽ കേട്ടിട്ടുണ്ടാവും, യെല്ലോ അലർട്ട് കിട്ടി, ഓറഞ്ച് അലർട്ട് കിട്ടി, റെഡ് അലർട്ട് കിട്ടി. ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് പല ആൾക്കാർക്കും അറിയത്തില്ല. പല ആൾക്കാരും കേൾക്കുന്നത് വാർത്തകൾ കേട്ടിട്ട് ഇന്ന് യെല്ലോ ആണ്, ഇന്ന് ഓറഞ്ച് ആണ് എന്ന് വെറുതെ ചിന്തിക്കുകയാണ്. അത് എന്താണ് മുൻകരുതൽ ചെയ്യേണ്ടത് എന്ന് നമ്മൾ വ്യക്തമായും അറിഞ്ഞിരിക്കണം. യെല്ലോ അലർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മഴയെ അല്ലെങ്കിൽ എന്താണോ പ്രതിഭാസം അതിനെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് യെല്ലോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓറഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ തയ്യാറായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ തയ്യാറായിട്ടിരിക്കുകയല്ല, നമ്മളൊരു എമർജൻസി കിറ്റ് കരുതണം. എമർജൻസി കിറ്റ് ഉണ്ടാക്കുന്നതിന് കുറേയേറെ സാഹചര്യങ്ങളുണ്ട്, എങ്കിലും നിങ്ങൾക്ക് വേണ്ടി വളരെ പെട്ടെന്ന് ഞാനൊന്ന് പറയാം. എമർജൻസി കിറ്റ് എന്ന് പറയുമ്പോൾ വളരെ അടിയന്തരമായി നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ. ഉദാഹരണം, നിങ്ങൾക്ക് ഫുഡ് കിട്ടാനുള്ള സാഹചര്യം ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു 3 കുപ്പി വെള്ളമെങ്കിലും, 1 ലിറ്ററിന് 3 കുപ്പി വെള്ളം കരുതുക. അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ പാക്കറ്റ് ഫുഡുകളോ വളരെ കുറഞ്ഞ രീതിയിൽ കരുതുക. നിങ്ങൾക്ക് 1-2 ദിവസം, അതിൽ കൂടുതലല്ല, 1-2 ദിവസം കഴിക്കാനുള്ള രീതിയിലുള്ള സാഹചര്യങ്ങൾ കരുതുക. ദെൻ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് ആവശ്യമുള്ള മരുന്നുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ ഉപയോഗിക്കുന്ന മരുന്നുകൾ കരുതുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട വസ്തുക്കളുടെ കോപ്പികളോ അല്ലെങ്കിൽ വിലപ്പെട്ട വസ്തുക്കൾ തന്നെയോ നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക് കവറിനകത്തേക്ക്, ആധാർ കാർഡ്, പാൻ കാർഡ് അങ്ങനെ തുടങ്ങിയ രേഖകളൊക്കെ നിങ്ങളുടെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്താക്കി പൊതിഞ്ഞ് കയ്യിൽ കരുതുക. പിന്നെ വളരെ വിലപ്പെട്ട വസ്തുക്കൾ നിങ്ങൾക്ക് എല്ലാവരും എടുത്തുകൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളതും പിന്നീട് അത് നിങ്ങൾക്ക് ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള അത്യാവശ്യമുള്ള സാധനങ്ങൾ കരുതുക. ഒരു 2 ജോഡി ഡ്രസ്സ് കരുതുക. ഒരു റേഡിയോ അത്യാവശ്യമായിട്ട് കരുതുക. കാര്യം ബാറ്ററി ഇട്ട് ഉപയോഗിക്കുന്ന ഒരു റേഡിയോ കരുതുക. ബാറ്ററി ചാർജ് ചെയ്യുന്ന ഒരു ടോർച്ച് ഉപയോഗിക്കുക. അതേപോലെ തന്നെ ഫോണിൻ്റെ ചാർജർ, ഇതൊക്കെ അത്യാവശ്യമായിട്ട് എടുത്തുകൊള്ളുക. കാര്യം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എമർജൻസി നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നത് റേഡിയോ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള മാധ്യമങ്ങൾ വഴിയാണ്. അതിനാണ് അത് കരുതുക എന്ന് പറഞ്ഞത്. ഇത്രയും ഉള്ള സാധനങ്ങൾ എടുത്ത്, ഇനി കൂടുതൽ ഐറ്റങ്ങളുണ്ട് നിങ്ങളുടെ അത്യാവശ്യമുള്ള, പിന്നെ ഒരു മെഴുകുതിരിയും കരുതുക, ഒരു കത്തിയും, ഇത്രയും സാധനങ്ങൾ. മെഴുകുതിരി കത്തിക്കാൻ ഒരു തീപ്പെട്ടിയോ ലൈറ്ററും കരുതുക, കാര്യം വെളിച്ചമുണ്ടാവില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മളൊരു കവറിനകത്താക്കി ഒരു കിറ്റാക്കി, ഒരു എമർജൻസി കിറ്റായിട്ട് ഓറഞ്ച് അലർട്ട് വരുമ്പോൾ നമ്മളത് തയ്യാറാക്കി നമ്മളുടെ കയ്യിൽ വെക്കണം. പിന്നീട് സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിക്കുക. എപ്പോൾ റെഡ് അലർട്ട് കിട്ടുന്നു അപ്പോൾ സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഒഴിയുക. അത് മുൻകൂട്ടി തന്നെ നമുക്ക് സുരക്ഷിതമായ സ്ഥലങ്ങൾ നമ്മളുടെ അധികാരികൾ അറിയിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾക്കറിയാം. ആ സ്ഥലങ്ങളിലേക്ക് മാറുക. അതല്ലാതെ
ഓരോ അലർട്ട് വരുമ്പോഴും ഇന്നങ്ങനെയാണ് എന്ന് വെറുതെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പലപ്പോഴും ഈ അപകടങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് പാലിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. പിന്നീട് നിങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സന്ദർഭമാണ്. എവിടെ നിന്നെങ്കിലും കിട്ടുന്ന ഒരു ഫോൾസ് ന്യൂസ് എടുത്ത് ദയവ് ചെയ്ത് ഷെയർ ചെയ്യാതിരിക്കുക, ആൾക്കാരെ പരിഭ്രാന്തരാക്കാതിരിക്കുക. ആരോ എവിടെയോ ഉരുളുപൊട്ടിയെന്നോ മഴ പെയ്തെന്നോ പറയുമ്പോൾ എടുത്ത് ദയവ് ഇടുക, സോഷ്യൽ മീഡിയയിൽ ഇടാതിരിക്കുക. ഇതിന് നിർദ്ദേശം നൽകുന്ന അധികാരികളുണ്ട്. നമുക്ക് വെള്ളപ്പൊക്കത്തെക്കുറിച്ചും മഴയെക്കുറിച്ചും വ്യക്തമായ അറിവ് നൽകുന്നത് അല്ലെങ്കിൽ നിർദ്ദേശം നൽകുന്നത് CWC എന്ന് പറയുന്ന ഏജൻസിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ എന്ന് പറഞ്ഞ കേന്ദ്ര ജല കമ്മീഷൻ ആണ് നമുക്ക് നിർദ്ദേശം നൽകുന്നത്. അത് എല്ലായിടത്തേക്കും നൽകിയിരിക്കും. അത് സർക്കാരിലേക്കും നൽകിയിരിക്കും, ഫയർഫോഴ്സിന് നൽകിയിരിക്കും, NDRFന് നൽകിയിരിക്കും, എല്ലാ വ്യക്തികൾക്കും നൽകിയിരിക്കും. അങ്ങനെയുള്ള വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നമുക്ക് കിട്ടുന്ന വാർത്തകൾ മാത്രം ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ആരെങ്കിലും നമ്മുടെ കൂട്ടുകാരന് ഒരു വാർത്ത ഇട്ടു അത് നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. അത് വളരെയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതേപോലെ നേരത്തെ ഈ പറഞ്ഞ കണക്ക് മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാൻ നേരത്തെ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് സൂക്ഷിച്ചിരിക്കുക. പിന്നെ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായ നിർമ്മാണ പ്രവർത്തികൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള അനുമതികളും കാര്യങ്ങളും നിങ്ങൾ മേടിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം. നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ റെയിൽവേയുടെ പണികൾ നടക്കുമ്പോൾ പൈപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കുന്നിലേക്ക് പൈപ്പുകൾ തുളച്ച് കയറ്റുന്ന ഒരു പരിപാടി കണ്ടിട്ടുണ്ടാകും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മലയിൽ ഉണ്ടാകുന്ന വെള്ളം ഈ പൈപ്പ് വഴി പുറത്തേക്ക് പോകും. അപ്പോൾ കൂടുതൽ വെള്ളം അവിടെ തങ്ങി നിൽക്കാതിരിക്കും. അതിനൊരു പൈപ്പിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ പൈപ്പിംഗ് നടത്തിയിട്ട് നിങ്ങളൊരു നിർമ്മാണ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ നമുക്ക് ഈ ഉരുൾപൊട്ടലിനെ പ്രതിരോധിക്കാം. പിന്നെ ഉരുൾപൊട്ടലിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല മാർഗം മരങ്ങളും വനങ്ങളും സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളെ എല്ലാവരും തന്നെ ഈ പറഞ്ഞ ആൾക്കാരെ പരിഭ്രാന്തരാക്കാതെ നിങ്ങൾ ഈ റെഡ് അലർട്ടുകളും അല്ലെങ്കിൽ മറ്റ് അലർട്ടുകളും കറക്റ്റായിട്ട് പാലിക്കുമെന്നും നിങ്ങൾക്ക് ഏതെങ്കിലും നിർദ്ദേശങ്ങൾ വേണ്ടിയ പക്ഷം തീർച്ചയായിട്ടും കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസുമായിട്ട് ബന്ധപ്പെടാം. നിങ്ങൾക്കുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുന്ന മുൻകരുതലുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നൽകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ബന്ധപ്പെടുക. സുരക്ഷിതരായിട്ടിരിക്കുക, വളരെ വിജിലൻ്റ് ആയിട്ടിരിക്കുക. പലപ്പോഴും രാത്രികളിലാണ് ഇതുണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് നല്ല മഴയുണ്ടെങ്കിൽ കഴിയുന്നതും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ശ്രമിക്കുക. നമ്മൾ കോട്ടയം ഫയർഫോഴ്സിൽ നിന്ന് ഇപ്പം വയനാട്ടിലേക്ക് പോയെന്ന് പറഞ്ഞാൽ അത് ആരൊക്കെയാണ്, എത്ര യൂണിറ്റാണ് നമ്മുടെ ഇവിടുന്ന് പോയിരിക്കുന്നത്? നമ്മൾ ഇവിടുന്ന് നിലവിൽ നമുക്ക് 2 വാഹനങ്ങൾ നമ്മൾ ആദ്യം തന്നെ ഇവിടുന്ന് പോയിട്ടുണ്ട്. ഒന്ന് മലപ്പുറത്തേക്കാണ് പോയത്. മലപ്പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വയനാടിൻ്റെ ദുരിതം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ശരിക്കും മലപ്പുറത്ത് വെള്ളപ്പൊക്കമാണ്, പ്രളയം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വയനാടിൽ ഭീകരാവസ്ഥ കൊണ്ടാണ് അത് പുറത്തേക്ക് നമ്മൾ അറിയാത്തത്. ആദ്യം മലപ്പുറത്തേക്കാണ് പോയത്. നമ്മളുടെ ഒരു യൂണിറ്റ് ഇപ്പം നിലമ്പൂർ കിടക്കുകയാണ്. അതിൽ ജീവനക്കാരെ 2 പേരെ പോയിട്ടുള്ളൂ. വാഹനത്തിൽ സാധനങ്ങളാണ് കൂടുതൽ കൊണ്ടുപോയിട്ടുള്ളത്. കാര്യം കൂടുതൽ ആൾക്കാർ വയനാട്ടിലേക്ക് വേണ്ടതുകൊണ്ടാണ് അങ്ങനെ പോയിട്ടുള്ളത്. രണ്ടാമതൊരു യൂണിറ്റ് പോയിട്ടുള്ളത് സാധനങ്ങളുമായി ആദ്യം തന്നെ വയനാട് പോയി കഴിഞ്ഞു. ഇന്നലെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇച്ചിരി മുമ്പ് നമുക്ക് കൂടുതൽ ജീവനക്കാരെ കൊണ്ടുപോകേണ്ടത് കൊണ്ട് തന്നെ നമ്മളൊരു KSRTC ബസ് വിളിച്ച് അതിനകത്ത് സീറ്റിംഗ് കപ്പാസിറ്റിയിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ വാഹനത്തിനകത്ത് കറക്റ്റ് സീറ്റിംഗ് 40 സീറ്റുകളാണ്. അതുകൂടാതെ നമ്മളുടെ ഒരു ജീപ്പും കൂടെ അതിൻ്റെ പുറകെ പോയിട്ടുണ്ട്. നമുക്ക് ഏതാണ്ടൊരു 10-50 ജീവനക്കാർ ഇപ്പോൾ അവിടേക്ക് നിലവിൽ ഇപ്പോൾ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മൾ കൂടുതൽ ഏതാണ്ടൊരു നമ്മളുടെ ഒരു അവിടെയുള്ള എല്ലാ യൂണിറ്റുകളും, കേരളത്തിലുള്ള എല്ലാ യൂണിറ്റുകളിൽ നിന്നും നമ്മൾ ഈ 2 പേരെ വെച്ചിട്ടും 3 പേരെ വെച്ചിട്ടും ഒക്കെ അവിടേക്ക് ആളിനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. 10,000-1500 മുകളിൽ രക്ഷാപ്രവർത്തകർ ഫയർ സർവീസിൻ്റെത് മാത്രമായി അവിടെയുണ്ട്. അവിടെ നമ്മളിപ്പോൾ താൽക്കാലിക പാലങ്ങൾ സേന നിർമ്മിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സേനയോടൊപ്പം ചേർന്നും, അതായത് നമ്മളുടെ NDRFനോടും ആർമിയോടും ഒപ്പം ചേർന്നും അല്ലാതെയും നമ്മൾ നദികളുടെ അക്കരയിൽ നിന്ന് ഇപ്പുറത്തോട്ട് താൽക്കാലികമായുള്ള റോപ്പ് വേ വഴിയൊക്കെ ആൾക്കാരെ കൊണ്ടുപോകാൻ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് വളരെ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യ സന്ദർഭങ്ങളിൽ പുഴയുടെ കുറുകെയൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നത് കേരള ഫയർഫോഴ്സാണ്. പിന്നീടാണ് NDRFും സേനയും എത്തിയത്. അവരോടൊപ്പം ഇപ്പോഴും വളരെ വിജിലൻ്റായിട്ട് തന്നെ, വളരെ കാര്യക്ഷമമായിട്ട് തന്നെ, ആത്മാർത്ഥമായി തന്നെ നമ്മളുടെ സേന വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കോട്ടയം ജില്ലയിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഏതെങ്കിലും സ്ഥലങ്ങൾ മുന്നറിയിപ്പ് നൽകിയതോ എന്തെങ്കിലും ഉണ്ടോ? നമ്മളിപ്പോൾ നിലവിൽ കോട്ടയത്ത് മുന്നറിയിപ്പുകൾ എന്ന് പറയാനായിട്ട് വലിയ രീതിയിലുള്ള റെഡ് അലർട്ടുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ നിരന്തരം മഴ പെയ്യുന്നുണ്ട്. പലയിടത്തും സ്കൂളുകൾക്ക് വരെ അവധികൾ കൊടുക്കുന്നുണ്ട്. ഇനിയും തുടർന്ന് നിങ്ങളെ നിർദ്ദേശങ്ങൾ വരികയാണെങ്കിൽ, അലർട്ടുകൾ വരികയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതികൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അങ്ങേ പ്രാവശ്യമൊക്കെ ഉരുൾപൊട്ടലുണ്ടായ കൂട്ടിക്കൽ കണക്കുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ മല ഉണ്ടാകാനുള്ള നമ്മളുടെ ഈ
പത്തനംതിട്ട അടുപ്പിച്ച് വരുന്ന ഭാഗങ്ങൾ, കോട്ടയത്തിൻ്റെയും പത്തനംതിട്ടേനെയും കൂടെ അതിർത്തിയായിട്ട് വരുന്ന ഭാഗങ്ങൾ, അങ്ങനെയുള്ള സ്ഥലം, കണമലമുള്ള മലകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ നമുക്കിപ്പോൾ പെട്ടെന്നുണ്ടാകും എന്നല്ല പറയുന്നത്. ഈ ഉരുൾപൊട്ടലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ നമ്മളുടെ ജനവാസ മേഖലയുടെ തൊട്ടടുത്ത് ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ കാട്ടിലായിരിക്കും ഉണ്ടാകുന്നത്. അവിടെ നിന്നുണ്ടായി പെട്ടെന്ന് വെള്ളം വന്ന് കയറിയാണ്, ഫ്ലാഷ് ഫ്ലഡ് എന്നാണ് പറയുന്നത്. പെട്ടെന്ന് വെള്ളം വന്ന് കയറിയാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ ഉള്ള ദുരിതം ഉണ്ടാവും. പിന്നെ രാവിലെ പോലെ നിൽക്കുന്ന മഴയെന്ന് പറഞ്ഞാൽ രാത്രിയാകുമ്പോഴായിരിക്കും കൂടുതൽ വെള്ളം സ്റ്റോറേജ് ആവുന്നത്. അപ്പോഴാണ് ഈ മണ്ണ് ഇളകി താഴേക്ക് വരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും പുലർച്ചെയാണ് ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, നല്ല മഴയുള്ളപ്പോൾ നിങ്ങൾ ബന്ധുവീടുകളിലൊക്കെ മാറി താമസിച്ചാൽ നിങ്ങളുടെ ജീവനെങ്കിലും രക്ഷിക്കാൻ സാധിക്കും. പിന്നെ അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് രോഗികളായിട്ടുള്ളവരെയും, കിടപ്പ് രോഗികളായിട്ടുള്ളവരെയും, ഗർഭിണികളെയും ഒക്കെ കഴിവതും പെട്ടെന്ന് രക്ഷിക്കാൻ ശ്രമിക്കുക. വളർത്തുമൃഗങ്ങളെ നിങ്ങൾ കെട്ടഴിച്ച് വിട്ടേക്കുക. അവയും നമ്മളെപ്പോണക്ക് ജീവനാണ്. അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കരുത്, അവരെയും കെട്ടഴിച്ച് വിട്ടേക്കുക. ദെൻ നിങ്ങളുടെ ഗർഭിണികളോ വയസ്സായവരോ കുട്ടികളോ ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കുക. ആരിലും ഭീതി പരത്താതിരിക്കുക. ഫയർ സർവീസിനും ആംബുലൻസിനും അതേപോലെ രക്ഷാസേനകൾക്കും വഴി നൽകുകയും അവരോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യുക. വേണമെങ്കിൽ, അല്ല അവർ നിർദ്ദേശിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക, മാറി നിൽക്കുക. ദയവ് ചെയ്ത് സ്ഥലം കാണാനോ മൊബൈൽ ഫോട്ടോ എടുക്കാനോ, ഡിസാസ്റ്റർ ടൂറിസം എന്ന ഒരു പരിപാടി ഇപ്പം നമ്മളെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. അതായത് ദുരന്തമുണ്ടാകുന്നിടത്തേക്ക് വെറുതെ ചെല്ലുക, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അത് ഷെയർ ചെയ്യുക. അങ്ങനെ ഒരു സാഡിസ്റ്റ് മൈൻഡ് ദയവ് ചെയ്ത് നമ്മൾ കാണിക്കാതിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ചെല്ലുന്നെങ്കിൽ രക്ഷാപ്രവർത്തനം പങ്കെടുക്കുക. അല്ലാതെ ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുത്ത് ആൾക്കാരുടെ ജോലി തടസ്സപ്പെടുത്താതിരിക്കുക.